ഹായ്, ഇച്ചായന്റെ ചിപ്പൂസിന്റെ വക എല്ലാവർക്കും മേരി ക്രിസ്മസ്. അപ്പൊ ഇന്നത്തെ നമ്മള് ഇതിനു മുമ്പത്തെ വീഡിയോ നമ്മൾ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ രാത്രി എല്ലാ സ്ഥലത്തേക്കും, അതായത് തൃശ്ശൂർ ജില്ലയിലെ ഒട്ടുമിക്ക മെയിൻ ലൈറ്റ് ഉള്ള സ്പോട്ട് അല്ലെങ്കിൽ ക്രിബ് എന്താ നടക്കണേന്നുള്ളത് നമ്മൾ ഇന്ന് കാണാൻ പോവാണ്. അപ്പോ ചിപ്പൂസ് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ക്രിസ്മസിന്റേതായ എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾ ഇതില് കാണിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ കൺകുളിർക്കെ കാണാ, വീഡിയോ നിർത്താണ്ട് ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ക്രിസ്മസ് ഒക്കെ അല്ലേ, അത് കാരണം നമ്മള് വണ്ടിയിൽ പാട്ട് വെക്കണില്ലേ, നമ്മുടെ ചിപ്പൂസ് പാടാൻ പോവാ. ഞാൻ മാത്രല്ല എല്ലാരും കൂടി പാടാം. രാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തം തിങ്കൾ കലപാടി ഗ്ലോറിയ അങ്ങ് തിങ്കൾ കലപാടി ഗ്ലോറിയ. എല്ലാവരും കൈയടിച്ചേ. അല്ല, എനിക്ക് പാടണം നോക്കിയുണ്ട്, പക്ഷെ ലിറിക്സ് എനിക്ക് കിട്ടില്ല. ആദ്യത്തെ കാണാൻ പോണത് ഒല്ലൂര് പള്ളിയാണ്. ഒല്ലൂര് പള്ളിയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടായിരുന്നു, പക്ഷെ അത് ഷോർട്ടായിട്ട് ഇട്ടേ. ഈ പ്രാവശ്യം നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ഇടാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ലൈറ്റ് ഷോ ഉണ്ട്, അതെന്തായെന്ന് നമുക്കിപ്പോ ഇനി പോയിട്ട് കാണാം. നമ്മള് ഒല്ലൂര് പള്ളിയിലത്തെ പള്ളി ഗ്രൗണ്ടിലുള്ള ലൈറ്റ് കാണാനാണ് പോണേ.
പപ്പ അത് എടുക്കാം. ഇനി നമുക്ക് പള്ളീൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം. പുൽക്കോടൊക്കെ ഇനി കാണാനുണ്ട് ഇവിടെ. അതും കൂടി കണ്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പൊ നമ്മുടെ ഒല്ലൂര് പള്ളിയിലത്തെ കാഴ്ചകൾ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇപ്പൊ നമ്മൾ പുത്തമ്പള്ളി കാണാനാണ് പോണേ. പുത്തമ്പള്ളിന്റെ അവിടെ എന്തൊക്കെയോ ലൈറ്റൊക്കെയും കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് അവിടേക്ക് കടക്കാനുള്ള ആ വഴിയിലേക്ക് കുറച്ച് ബുദ്ധിമുട്ടാ. എന്താണെന്ന് വെച്ചാൽ പോലീസുകാരെ അലവ് ചെയ്യണില്ല. അപ്പൊ നമ്മളിപ്പൊ പുത്തമ്പള്ളിയിലത്തെ കാഴ്ചകളാണ് കണ്ടത്. ഇവിടെ പുത്തമ്പള്ളിയില് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കണ്ടതിൽ വിട്ടിട്ട് വലിയൊരു ട്രീ ഇവര് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോവാനുണ്ട്. ഇപ്പൊ എത്ര മണി ഷിപ്പൂസ്? ഇപ്പൊ സമയം 9:28 ഇനി നമുക്ക് കുറച്ചുകൂടി സമയമുണ്ട് ബാക്കി. കാരണം 12 മണി ഏകദേശം 11:30 ആകുമ്പോ നമുക്ക് ലാസ്റ്റ് നമ്മുടെ പള്ളിയിലേക്കാണ് നമ്മള് കാണിക്കാൻ പോണേ. അപ്പോ അടുത്ത് നമുക്ക് ഇനി ലൂർദ് പള്ളി പിന്നെ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ എന്താ പരിപാടി എന്ന് കൂടി നമ്മളൊന്ന് കയറി നോക്കുന്നുണ്ട്, അവിടെ എന്തെങ്കിലും ഉണ്ടോന്ന്. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം. ക്രിസ്മസിന് അന്ന് ദീപാവലി പാട്ട് പാടുണ്ടല്ലോ. ഇവിടെ ഇപ്പൊ പുതിയ പുതിയ തട്ടുകടകളും സ്റ്റാളുകളൊക്കെ വന്നു തുടങ്ങി. ഐസ്ക്രീം
ഓൾറെഡി വീഡിയോ എടുത്ത കാരണം കഴിഞ്ഞ ദിവസം ഇതിന്റെ വീഡിയോ ഇട്ടായിരുന്നു. അത് കാരണം കൂടുതലൊന്നും നമ്മളിവിടെ കാണിക്കുന്നില്ല. ജസ്റ്റ് ഞാൻ നോക്കിയുള്ളൂ ഇവിടെ എങ്ങനെയൊക്കെ എന്തൊക്കെയാ നടക്കണേന്നുള്ളത്. അപ്പൊ ഓരോ ദിവസം ഓരോ ടീം വന്നിട്ടാണ് വായിക്കണേ. ഒരു രസകരമായ സംഭവം ഉണ്ടായത്, ഇവിടെ ഞങ്ങൾ 2 ബജിയാ പറഞ്ഞ്, 2 ബജിക്ക് 30 രൂപ. പക്ഷെ ഒരെണ്ണം ഓടി എടുക്കുകയാണെങ്കിൽ 50 രൂപയ്ക്ക് തരാമെന്ന്. ആ കണക്ക് നിങ്ങൾക്ക് മനസ്സിലായോന്ന് എനിക്കറിയില്ല. ആ കണക്ക് എങ്ങനെയാന്ന് നിങ്ങൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം. 2 ബജിക്ക് 30 രൂപ, 3 ബജി ആകുമ്പോ നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് തരണ പോലെ 50 രൂപ. അത് ഡിസ്കൗണ്ട് ആണോ അതോ? ഇതിപ്പോ നമ്മള് പോണ വഴിക്കുള്ള തോംസൺ കാസിയാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഇത് ഇവിടെ നല്ലൊരു ബിരിയാണി കിട്ടും. നിങ്ങൾ തൃശ്ശൂർ വരാണെങ്കിൽ മസ്റ്റ് ട്രൈ സ്പോട്ടാണ് തോംസൺ കാസ. ഇവിടെ ഉച്ചയ്ക്കൊക്കെ വരാണെങ്കിൽ നല്ല ക്യൂ ആയിരിക്കും കേട്ടാ. നമ്മള് പേര് കൊടുത്തിട്ട് അവര് നമുക്ക് ഫ്രീ ആവുന്ന ടൈമില് അവരത് വിളിക്കും നമ്മളെ. ടേബിളൊക്കെ ഫുള്ളായിരിക്കും എപ്പോഴും. തോംസൺ കാസ റെസ്റ്റോറന്റ്. ഇപ്പൊ നമ്മുടെ ലൂർദ് പള്ളി എത്തിയിരിക്കുകയാണ്. ഇവിടെ ക്രിസ്മസ് അപ്പൂപ്പന്റെ ഒരു ഷൂ ഉണ്ട്. കഴിവുറ്റൊരു വ്യക്തിയെ പരിശുദ്ധ കന്യകാമറിയത്തെ ആദ്യം മുതൽക്ക് തന്നെ ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് നാലാകുമാരും നക്ഷത്രവും പുലർത്തോടനുബന്ധിച്ച് ആട്ടിടയന്മാർ സന്ദർശിക്കുന്നു.
നമ്മൾ നടത്തറ പള്ളിയിലേക്ക് വന്നിരിക്കുകയാണ്. നടത്തറ പള്ളിയില് ലൈറ്റും പാട്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ കാഴ്ച എന്ന് കൂടി കാണാം. ഇത് കഴിഞ്ഞ നേരെ നമ്മുടെ പള്ളിയിലേക്കാ. കാരണം ഇപ്പോഴേ 11 മണി ആയി. അപ്പൊ ഇനി നമുക്ക് അധികം കറങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പൊ നേരം ഒരുപാടായി, 11 മണി കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് കുർബാനക്ക് പോകേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ ഞങ്ങള് ഇതോടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വൈകിട്ട് ഒരു 6:30-7 മണിയോടുകൂടി തുടങ്ങിയതാണ്. ഇപ്പൊ സമയം 11 കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മുടെ പള്ളിയിലേക്ക് പോവാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്. അപ്പൊ എല്ലാരും എൻജോയ് ചെയ്യാ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് വിലപ്പെട്ടതാണ്.